കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് യദു ഓടിച്ച ബസ്സിൽ വേഗപ്പൂട്ട് അഴിച്ച നിലയിലെന്ന് MVDയുടെ കണ്ടെത്തൽ. GPS സംവിധാനമുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല. കന്റോൺമെന്റ് പോലീസിന്റെ ആവശ്യപ്രകാരമാണ് MVD പരിശോധന നടത്തിയത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ തർക്കമൊക്കെ ഉണ്ടായിട്ട് ദിവസങ്ങൾ കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? അനുജ, മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിലവിൽ കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് ബസ്സിൽ പരിശോധന നടത്തിയത്. ഈ ബസ്സിൽ പരിശോധന നടത്തണമെന്നൊരു ആവശ്യം പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ വയ്ക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ചില കണ്ടെത്തലുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ബസ്സിൽ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നു. ഒപ്പം GPS സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞ 2 മാസമായി വേഗപ്പൂട്ട് ഈ ബസ്സിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം. ഇതെന്തുകൊണ്ട് ഇത് മാറ്റിയെന്ന കാര്യം അടക്കം ഇനി പോലീസ് പരിശോധിക്കുന്നുണ്ടാകും. എന്തായാലും ഇന്ന് നടത്തിയ പരിശോധനയിൽ വിശദമായൊരു റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കൈമാറും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദുവിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മേയറും പിന്നീട് ഒരു നടിയടക്കം യദുവിനെതിരെ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് പരിശോധന നടത്തുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു, ഒപ്പം മോശമായി പെരുമാറി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കന്റോൺമെന്റ് പോലീസ് മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. പ്രതീക്ഷിതിൽ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലെ അന്വേഷണം എവിടെ വരെ എത്തി? അനുജ, അടിമുടി ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും തുടരുന്നത്. ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും ആ അന്വേഷണം എങ്ങും എത്തിയില്ല. KSRTC ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KSRTC MDയുടെ നേതൃത്വത്തിലും അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലും കൃത്യമായൊരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഡിപ്പോയിൽ ബസ് എത്തിയ ശേഷം ഇതിൽ നിന്ന് ബോധപൂർവം മെമ്മറി കാർഡ് ഊരി മാറ്റി എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസ് ുള്ളത്. പക്ഷേ ഇത് ആര് ഊരി മാറ്റി എന്നതാണ് ഇതുവരെയും സ്ഥിരീകരിക്കാത്ത കാര്യം. ആ ഘട്ടത്തിൽ ഈ തമ്പാനൂർ KSRTC ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങൾ, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ, ഇവരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇത് ആര് മാറ്റിയെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. അതിപ്പോഴും ഈ ഒരു സ്ഥിരീകരണവും ഇല്ലാതെ തുടരുകയാണ്. അതിനൊപ്പമാണ് മറ്റ് നടപടികളിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടക്കുന്നത്. അനുജ, യദു ഓടിച്ച ബസ്സിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. MVD കന്റോൺമെന്റ് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയുണ്ടായത്. വേഗപ്പൂട്ട് അഴിച്ചു മാറ്റിയ നിലയിൽ GPS സംവിധാനമുണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അത്തരത്തിലേക്കുള്ള നിയമലംഘനങ്ങളൊക്കെ ഈ ബസ്സിലുണ്ട് എന്നതിന്റെ സൂചന. വിശദാംശങ്ങളാണ് പ്രതീഷ് നൽകിയത്.